ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT. സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റുമായുള്ള ബന്ധം അന്വേഷിക്കും. ഇതിനിടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ SITക്ക് നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. SIT അന്വേഷണത്തിലെ മെല്ലെപ്പോക്കും രാഷ്ട്രീയ ഉന്നതരിലേക്കടക്കം അന്വേഷണം എത്തുന്നില്ലെന്ന ഹൈക്കോടതിയുടെ വിമർശനവും ഏറ്റുപിടിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരായ ആക്രമണം കടുപ്പിക്കുമ്പോഴാണ് UDFനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കി കൺവീനർ തന്നെ ചോദ്യമുന്നിലേക്ക് എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതനുസരിച്ചാണ് സോണിയാഗാന്ധിയെ കാണാൻ ഒപ്പം പോയതെന്നായിരുന്നു മുമ്പ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഇക്കാര്യം ഉൾപ്പെടെ ചോദിച്ചറിയും. ഇക്കാര്യത്തിൽ അടൂർ പ്രകാശിന്റെ പ്രതികരണം ഇങ്ങനെ: അറിയില്ല, അതേക്കുറിച്ച് ഒന്നും വന്നിട്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അല്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടേന്ന്. അപ്പൊ നമുക്ക് കാത്തിരിക്കും കാണാം. അല്ല, ഇത് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ്. സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ കേരള മുഖ്യമന്ത്രി. ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രന്റെയും PS പ്രശാന്തിന്റെയും മൊഴിയിൽ വിശദമായ പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ എന്ന നിലയിൽ ശബരിമലയിൽ വെച്ച് കണ്ടിട്ടുള്ള പരിചയം മാത്രമാണെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.